വൈഗ അണക്കെട്ടിലെ ജലനിരപ്പ് 68 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ അളവിലെത്തിയതോടെ തമിഴ്നാട്ടിലെ 3 ജില്ലകളിലെ കാർഷിക മേഖല പ്രതിസന്ധിയിൽ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളവും വൈഗ നദിയിലെ വെള്ളവുമാണ് വൈഗ അണക്കെട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത്തവണ കേരളത്തിലും മഴ കുറഞ്ഞതോടെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള നീരൊഴുക്കും കുറഞ്ഞു. പരമാവധി സംഭരണശേഷി 71 അടിയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഇത് 21 അടിയായി. അണക്കെട്ടിന്റെ പല ഭാഗത്തും വെള്ളമില്ലാതെ വിണ്ടുകീറിയ അവസ്ഥയിലാണ്. ഇതോടെ കൃഷി ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുന്നത് നിർത്തിവച്ചു. മധുര, ആണ്ടിപ്പെട്ടി, തേനി ടൌണുകളിലെ ശുദ്ധജല ആവശ്യത്തിന് മാത്രമാണ് ഇപ്പോൾ വൈഗ അണക്കെട്ടിൽ നിന്ന് വെള്ളമെടുക്കുന്നത്. വരും ദിവസങ്ങളിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ച് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ വൈഗ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാകൂ. സാധാരണയായി കാലവർഷം തുടങ്ങുമ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനാൽ വൈഗ അണക്കെട്ടിന്റെ ഷട്ടറുകളും തുറക്കാറുണ്ടായിരുന്നു. വൈഗ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന തേനി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തിപ്പെടാനുള്ള സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സാന്റമോണിക്ക അവതരിപ്പിക്കുന്ന വിദേശ പഠന വഴികാട്ടി സെമിനാർ നമ്മുടെ കട്ടപ്പനയിൽ വെച്ച് +2, ഡിപ്ലോമ, ഡിഗ്രി, മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് വിദേശ പഠനവും കരിയർ ഗൈഡൻസും അറിയാൻ ഒരു മികച്ച അവസരം. ഡിപ്ലോമ, ഡിഗ്രി, മാസ്റ്റേഴ്സ്, അഫോർഡബിൾ നഴ്സിംഗ്, ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ്, ജർമ്മൻ ഹോസ്പിറ്റൽ പ്രോഗ്രാം, എൻട്രി റിക്വയർമെന്റ്സ്, സ്കോളർഷിപ്പ് അസിസ്റ്റൻസ്, വിസ ഗൈഡൻസ്, സ്റ്റഡി ആൻഡ് വർക്ക് ഓപ്പർച്യൂണിറ്റി, PR പോസിബിലിറ്റീസ് എന്നിവയെക്കുറിച്ച് എക്സ്പെർട്ട് ഗൈഡൻസ്, Q&A സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ 1.5 ലക്ഷം മുതൽ 5 ലക്ഷത്തിൽ താഴെ വരെ ചെലവിൽ യൂറോപ്യൻ പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങളുടെ കോഴ്സുകളെ കുറിച്ച് അറിയുവാനുള്ള അവസരം. ഈ വരുന്ന മെയ് 21 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് KG ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. എൻട്രി തികച്ചും സൗജന്യം. നിങ്ങളുടെ സ്വപ്ന രാജ്യങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ഇവിടെ നിന്ന് തുടങ്ങട്ടെ. കൂടുതൽ വിവരങ്ങൾക്കായി കട്ടപ്പന സാന്റമോണിക്ക സ്റ്റഡി അബ്രോഡുമായി ബന്ധപ്പെടും.